നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ, ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും, കേന്ദ്രത്തിലാണേലും സംസ്ഥാനത്തിലാണേലും വലിയ ക്യാമ്പയിനുകൾ, മീഡിയ ക്യാമ്പയിനുകൾ ഇപ്പോൾ സാധാരണമായിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ ഈവൻറ്റ്സ് പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിപ്പം ഇവിടെ പല ഗ്രൂപ്പുകളുടെ ആണെങ്കിലും, അല്ലെങ്കിൽ ചില മീഡിയ ഈവൻറ്റ്സ്, ഇൻ്റർവ്യൂസ്, സ്പെഷ്യൽ ഇൻ്റർവ്യൂസ് ഫിലിം സ്റ്റാറുകളുമായിട്ട് ഒക്കെ ചെയ്യാറുണ്ട്. കേരളത്തിലും ഇത് ഏകദേശം വന്നിരിക്കുകയാണ്. പലരും വളരെ സിനിക്കലായിട്ട് ഇതിനെ PR എഫേർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സാർ, ഇവരൊക്കെ കൂടെ ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നേതാവിനെ ചുറ്റിപ്പറ്റി, പാർട്ടിക്ക് ചുറ്റിപ്പറ്റി, ഇഷ്യൂസിനെ ചുറ്റിപ്പറ്റി. അതിന് മീഡിയ ബിൽഡപ്പിനെയും പലതരം ഈവൻസിനെ ഉപയോഗിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇത് ലോകമെമ്പാടും ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇതൊക്കെ സാധാരണമായും വരികയാണ്. മാത്രവുമല്ല, ഇതിന് വേറൊരു കാരണങ്ങളുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻറ്റൻസ് ആയിട്ടുള്ള വോട്ടേഴ്സിൻ്റെ ഇടയിൽ അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അതായത് നമ്മളുടെ 2-3 ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ എക്സ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആൾക്കാർക്ക് എന്താണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ലീനിങ്സ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് അനാലിസിസ് ചെയ്താൽ തന്നെ ഏകദേശം ട്രെൻഡ് പൊതുവെ മനസ്സിലാകും. പക്ഷേ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്നുള്ളൊരു സ്ട്രാറ്റജിയും അപ്പോൾ പുറകിൽ നടക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ പാർട്ടികളും ഇപ്പോൾ ഉപയോഗിക്കാൻ കാരണം. അങ്ങോട്ടും ഇങ്ങോട്ടും PR സ്റ്റണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനൊരു സംഗതി, അതായത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന വോട്ടുകളെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു മൂവ്. നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ശരി, കിട്ടാത്ത വോട്ടിനെ, ആടി നിൽക്കുന്ന വോട്ടിനെ എങ്ങനെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു എഫേർട്ടായിട്ടാണ് ഞാനിതിലേക്ക് കാണുന്നത്. ഈ നാട്ടിലെ PR എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ലോകത്തെമ്പാടും PR എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് ആണ്. അതായത് നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട് ലോകത്തോട് പറയാൻ, അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു, പല പരിപാടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് PR ഇപ്പോൾ. നാട്ടിൽ ഇപ്പോഴും ആൾക്കാർക്ക് കരുതുന്നത് PR എന്ന് പറഞ്ഞാൽ മീഡിയയിലോ, മനോരമയിലോ മാതൃഭൂമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അത് PR ആകും. അല്ല, അങ്ങനെയല്ല. ഇന്നത്തെ PR എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് ആണ്. നിങ്ങൾക്ക് മാക്സിമം ഐബാൾ കിട്ടുന്ന അജണ്ട സെറ്റിംഗ്. അത് ഇലക്ഷൻ്റെ പഴയ കാലത്തെ ക്യാമ്പയിൻസുകളൊക്കെ നേതാക്കന്മാരും പാർട്ടികളും ഈ അജണ്ട സെറ്റിംഗ് ഒരു പ്രശ്നമില്ലാതെ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് അത് ചെയ്യുവാൻ സോഷ്യൽ മീഡിയയുടെയും അല്ലെങ്കിൽ പലതരം ഈവൻസിൻ്റെയും സഹായം വേണ്ടി വരുന്നു. സർ, അതിനെ നമ്മൾക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റുമോ? അതായത് പുതിയ കാലത്തിൻ്റെ പുതിയ ഡിമാൻഡ്സ് ആയിട്ടല്ലേ നമ്മളിത് കാണേണ്ടത്. അതിന് പകരം ഇത് വെറും PR സ്റ്റണ്ടാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമായ അർത്ഥമുണ്ടോ എന്ന് ഒരു സംശയം അവിടെ നിൽക്കുന്നു. താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി? അല്ല, ഇത് കാര്യം നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന ഒരു പഴയ നമ്മുടെ മലയാളം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് മാധ്യമ സാന്ദ്രമായ സോഷ്യൽ മീഡിയ സ്വാധീനം ഉയർന്ന ഏറ്റവും അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന കെട്ടുകാഴ്ചകൾ, സ്പെക്ടക്കിൾ എന്ന് നമ്മൾ പറയുന്ന ഒരു ഗണത്തിൽപ്പെട്ട കെട്ടുകാഴ്ചകൾ, അതിന്റെ ഒരു കാലഘട്ടത്തിൽ വമ്പിച്ച വിനോദ വ്യവസായത്തിന്റെ വലിയ സ്വാധീനമുള്ള മാധ്യമങ്ങൾ വിനോദവും നയവും അല്ലെങ്കിൽ വിനോദവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത്, അതായത് സെലിബ്രിറ്റി കൾച്ചറും
പൊളിറ്റിക്കൽ ലീഡർഷിപ്പും തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് താങ്കൾ പറഞ്ഞതുപോലെ PR എന്നുള്ളതൊരു ചീത്ത വാക്കല്ല. ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതും ഒരു ചീത്തക്കാര്യമായി ആരും കാണുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഇത് നടക്കുമ്പോൾ ജനാധിപത്യ സങ്കല്പത്തിന് എന്തെങ്കിലും മൂല്യശോഷണം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ പോലെ അത് ഈ വിനോദത്തിന്റെ ഉപഭോക്താക്കൾ മാത്രമായി ഒരു തിരഞ്ഞെടുപ്പ് ഒരു സമ്മതിദായ അവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരനോ അല്ലെങ്കിൽ ഒരു പൗരന് മാത്രമേ ഉള്ളൂ എങ്കിൽ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു നീതീകരണമുണ്ട്, ന്യായീകരണമുണ്ട്. പക്ഷെ അതല്ലല്ലോ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു പൗരന്റെ നിരവധി അവകാശങ്ങളുടെ പ്രശ്നം വരുന്നുണ്ട്, ഇല്ലേ? നമുക്ക് റൈറ്റ് ടു എക്സ്പ്രസ്, അത് വളരെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ മനസാക്ഷിയുടെ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശം, ഇതിന് ജീവിക്കാനുള്ള ജീവിത കെട്ടിപ്പടുക്കാനുള്ള ലവ്ലിഹുഡിന് വേണ്ടിയുള്ള അവകാശങ്ങൾ. നമ്മൾ ഈ മൊത്തം തിരഞ്ഞെടുപ്പ് പ്രചരണം മറ്റു തരത്തിൽ, അതായത് ഇങ്ങനത്തെ ജനങ്ങളുടെയും പൗരന്റെയും വോട്ടറുടെയും നിത്യജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റുന്ന വിധത്തിൽ അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു തരത്തിലുള്ള ജനാധിപത്യത്തിനും ഭൂഷണമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാലഘട്ടം സംബന്ധിച്ചുകൊണ്ട് എന്താ പറയട്ടെ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പോൾ ആ അധികാരം പിടിച്ചെടുക്കാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ BJP സർക്കാർ നമ്മളോട് കാണിച്ചു തന്നിരിക്കുന്നത്. അവർ എന്ത് മുസ്ലിം വിരോധം പറഞ്ഞാലും നോർത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ വരുമ്പോൾ അവരത് നിർത്തിയിട്ട് ഞങ്ങളുടെ വികാസ് സബ്ക സാത്ത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് എന്തു വില കൊടുത്തും അധികാരം നിലനിർത്തുക, ബാക്കി ഇഷ്യൂസ് അധികാരത്തിൽ കിട്ടിയ ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് മാറിപ്പോവുക എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഇന്നത്തെ ഏറ്റവും വലിയ എക്സാമ്പിൾ, ഇന്ന് ഡൽഹി കോടതി ശ്രീ കെജ്രിവാളിനെയും കൂട്ടരെയും മദ്യ അഴിമതി കേസിൽ നിന്ന് വെറുതെ വിട്ടിരിക്കുകയാണ്. അതെന്താ കാണിക്കുന്നത്? അദ്ദേഹത്തെ ആം ആദ്മി പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി പല ഇഷ്യൂസ്, അതായത് ഈ ഡൽഹി താമസിക്കുന്ന എനിക്കറിയാം, അവർ കൊണ്ടുവന്ന മദ്യ നയം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി എന്ന്. അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു പുതിയ കമ്പനിക്ക് അവർ ലൈസൻസ് കൊടുത്തു. ആ കമ്പനി ആ സമയത്ത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉള്ളതുകൊണ്ട്, ഡൽഹി ചെറിയ ഒരു സംസ്ഥാനമായതുകൊണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ആൾക്കാർ കൂടുതൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഡിസ്കൗണ്ട് വരെ കൊടുത്തിരുന്നു മദ്യക്കുപ്പികൾ. അത് 1000 രൂപ കൊടുക്കേണ്ടിടത്ത് നമ്മൾ ചിലടത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് 800 രൂപയ്ക്ക് ആ മദ്യം കിട്ടിയിരുന്നു. ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ മാറി. പക്ഷേ സർക്കാരിന് ഒരു നഷ്ടമില്ല. കാരണം വെച്ചാൽ സർക്കാർ 3-4 കമ്പനികൾക്ക് പകരം 14 കമ്പനികൾക്കാണ് വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് കൊടുത്തത്. അത് ഒരു തറവില വെച്ചു. സർക്കാരിന് കിട്ടേണ്ടതിൽ കൂടുതൽ പൈസ കിട്ടി. കമ്പനികൾ 14-15 പുതിയ എന്റർപ്രനേഴ്സ് വന്നു. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഇവിടെ പരമ്പരാഗതമായി മദ്യം വിൽക്കുന്ന ചില ലാലാമാർ മിക്കവാറും BJP സപ്പോർട്ടേഴ്സ് ആണല്ലോ, അവർക്ക് ആ ലൈസൻസ് കിട്ടിയില്ല. അതായിരുന്നു BJPയുടെ പ്രശ്നം എന്ന് നമ്മളൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ അത് കോടതി ശരിവെച്ചിരിക്കുകയാണ്. അപ്പം എന്തായിരുന്നു സാർ, അതായത് ഈ ഇഷ്യൂസ് മുഴുവനും പൊക്കിക്കൊണ്ടുവന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഈവന്റ് മാനേജ്മെന്റ് പോലെ, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇഷ്യൂ ആയിരുന്നു അദ്ദേഹത്തിന്റെ കറപ്ഷൻ. എന്ന് വെച്ചാൽ ഡൽഹിയിലിരിക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു കെജ്രിവാളിനെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കുറ്റം പിടിക്കാൻ പറ്റും, പക്ഷെ പൈസയുടെ കാര്യത്തിൽ അദ്ദേഹം ഓണസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഡംബരം ഉണ്ടായി. അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ സ്വയം വലിയ നേതാവായിട്ട് പ്രഖ്യാപിച്ചു. പാർട്ടി തൻ്റെയാണെന്ന് വിശ്വസിച്ചു. എതിർത്ത് നിന്ന എല്ലാവരെയും മാറ്റി. പക്ഷേ അദ്ദേഹം പൈസയുടെ കാര്യത്തിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു എന്ന് എന്നും ആൾക്കാർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കരച്ചിൽ. പൊതുവെ
മീഡിയയുടെ മുമ്പിലുള്ള പൊട്ടിക്കരച്ചിലിന് വളരെ ഇത് കിട്ടുന്നത്, വളരെ പ്രചാരം കിട്ടുന്നത്. അതായത് ഈ ഒരു തത്വത്തിൽ വിശ്വസിച്ച് അധികാരത്തിലുള്ള പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ ബാക്കി പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്താണ് സർ ഓപ്ഷൻ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഇപ്പൊ ഡൽഹിയുടെ ഉദാഹരണം കാട്ടി താങ്കൾ പറഞ്ഞതിന് ഞാൻ യോജിക്കുകയാണ്. അതിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പറയുന്നത് ശരിയാണെന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. കള്ളക്കേസുകൾ എടുക്കുന്നതിലൂടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്. അത് തിരിച്ചറിയണം. വാട്ട് ഈസ് ഹാപ്പൻ ടു കെജ്രിവാൾ ആയാലും സിസോഡിയ ആയാലും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. 2 തരത്തിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഈ RSS BJP സർക്കാരിന്റെ എടുത്ത കള്ളക്കേസിലൂടെ ഈ 2 പ്രമുഖ നേതാക്കളും ജയിൽ തടവുകാരായി ജീവിക്കുകയും അപമാനിതരാവുകയും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇല്ലാതാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ അവർ ശിക്ഷിക്കപ്പെടുന്നു, അവർ കരിവാരി തേക്കപ്പെടുന്നു, അവർ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇതുകൊണ്ട് നടക്കുന്നത് എന്താണ്? ഭരണകൂടം അതിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഓരോ പോലീസും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വിജിലൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഈ പറയുന്ന NIA കോടതികൾ ഇതെല്ലാം ഭരണകൂടത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് മർദ്ദനത്തിനുള്ള ഉപകരണവുമാകാം, ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഉപകരണവുമാവാം. അതേ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനുള്ള ഉപകരണമായി ഭരണകൂടത്തിന്റെ സ്ഥാപനങ്ങളെ എടുക്കുക എന്നുള്ളത് ഏകാധിപതികളുടെയും ഫാസിസ്റ്റുകളുടെയും സ്ഥിരം തന്ത്രമാണ്. നിരവധി കള്ളക്കേസുകളിലൂടെയാണ് ഹിറ്റ്ലർ തന്റെ ജനാധിപത്യ ഇടതുപക്ഷ എതിരാളികളെ നാസി ജർമ്മനിയിൽ തടുത്തിട്ട്. കള്ളക്കേസുകൾ ഉണ്ടായി. പാർലമെന്റിന് സ്വയം തീവച്ചതിന് ശേഷം ശത്രുക്കളുടെ പേരിൽ അത് ആരോപിച്ചുകൊണ്ടാണ് വളരെ കുപ്രസിദ്ധമായ റിച്ച്ടാഗ് ഫയർ എന്ന് പറയുന്ന ജർമ്മനിയിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ അകറ്റിട്ടത്. അപ്പൊ ഇത് പുതിയ കാര്യമല്ല. ഇത് നമ്മളെ സംബന്ധിച്ച്, ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ താങ്കൾ പറയുന്നത് അവരുടെ ഫാസിസ്റ്റുകളുടെ ആയുധപുരയിലെ ഒരു പ്രധാന ആയുധമാണ്. കാരണം ജനാധിപത്യത്തിന്റെ പരിവേഷം നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് ചെയ്യാൻ കഴിയും. എന്തിന്? 2ാം UPA സർക്കാരിനെതിരെ നടന്ന അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പുറകിൽ ചരടുവലിച്ചിരുന്നത് ആരായിരുന്നുവെന്ന് ജനങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? അത് ഒരു ദിവസം പറഞ്ഞ ഈവന്റ് മാനേജ്മെന്റ് ആയിരുന്നു. അത് ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അതാണ് എന്റെ പോയിന്റ്. അതായത് അധികാരത്തിന് വേണ്ടി എന്ത് കുത്തിത്തിരിപ്പും എന്ത് കേസും ഉണ്ടാക്കി ചെയ്യുന്നിടത്ത് അവിടെ നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക എന്നുള്ളൊരു ഒരു മാർഗത്തിലേക്ക് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും. തീർച്ചയായും അത് ജനാധിപത്യ വിരുദ്ധ ശക്തികളുടെ ഉപയോഗിക്കുന്ന നിരവധി തന്ത്രങ്ങളിൽ ഒന്നാണ് ഇവന്റ് മാനേജ്മെന്റുകൾ. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഈ കെട്ടുകാഴ്ചകൾ കൊച്ചു വർത്തമാനത്തിന്റെ ഒരു മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. നമ്മളെ പോലെയുള്ള സ്വതന്ത്ര ബുദ്ധിജീവികൾക്കും ജനാധിപത്യ മാധ്യമ പ്രവർത്തകർക്കും ഈ കബളിപ്പിക്കലിൽ വീഴാൻ അവകാശമില്ല. നമുക്ക് പറ്റില്ല. വേറെ ആരെങ്കിലും അങ്ങനെ കബളിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പിണറായിയുടെ ആരാധകർ, അല്ലെങ്കിൽ ലാലേട്ടന്റെ ആരാധകർ ഇതെല്ലാം കണ്ട് ഇതിൽ എന്തെല്ലാമോ വലിയ മഹത്വം കാണാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. കാരണം നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്. വർഷങ്ങളായി നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി എന്തിനേയും സമീപിക്കാൻ ബാധ്യസ്ഥതയുള്ള സ്വതന്ത്ര മനസ്സുകളാണ്. അല്ലെങ്കിൽ ഇതുവരെയെങ്കിലും നമ്മൾ സ്വയം അങ്ങനെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് പിണറായിയും ലാലേട്ടനും തമ്മിലുള്ള ചർച്ച എന്നെ പോലെ അടിമുട്ടി രാഷ്ട്രീയം, അതും ഇടതുപക്ഷ രാഷ്ട്രീയം, വർഷങ്ങളായി സ്വരൂപീകരിച്ചിരിക്കുന്ന ആശയ സംഹിത, മൂല്യ സംഹിത, നയപ്രശ്നങ്ങളിലുള്ള ഉത്കണ്ഠ, ആകാംക്ഷ, അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ലാലേട്ടനും പിണറായി വിജയനും തമ്മിലുള്ള കൊച്ചു വർത്തമാനം എന്നെ സ്വാധീനിക്കുകയില്ല. എനിക്ക് അതിനോട് അല്പം പരിഹാസം തന്നെയാണ്. അത് പറയാതെ കഴിയില്ല.
ഇനി അത് എല്ലാം ജനപ്രിയമായതുകൊണ്ട് ഞാൻ എന്റെ നിലപാട് പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം പിണറായിയോട് ചോദിക്കേണ്ടത് അത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഇതുവരെയുള്ള ശൈലി. അതായത് ജനങ്ങളുടെ ഇഷ്യൂവിനെ പറ്റി ചർച്ച ചെയ്യുക, ജനങ്ങളെ കൊണ്ട് ചർച്ച ചെയ്ത് അതിന് ചുറ്റും അഭിപ്രായ ഐക്യം ഉണ്ടാക്കി അധികാരത്തിൽ വരിക എന്നാണ് ഇടതുപക്ഷം അല്ല, അത് തീർച്ചയായും അത് ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നെ ചെറിയാണ് ഇത്. താങ്കളെ പോലെ ഇത്രയും നീണ്ട കാലം മാധ്യമ പ്രവർത്തനവും അഭിമുഖവും നടത്തിയ ആളോട് ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? ഇങ്ങനെയാണോ ഒരു മുഖാമുഖം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണോ താങ്കൾ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ടുള്ളത്? എന്തിനാണ് നമ്മൾ സ്വയം ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ അല്ല, അത് താങ്കൾ അത് നിൽക്കട്ടെ. താങ്കൾ ഇത് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ? ആദ്യം താങ്കൾ ഇത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് 1 മണിക്കൂറുള്ള ഇന്റർവ്യൂ 10-15 മിനിറ്റ് വന്നപ്പോ എനിക്ക് മതിയായി. എനിക്ക് അല്ല മതിയായതിന്റെ പ്രശ്നമല്ല. ഞാനത് കാണുന്നത് അത് വിമർശിക്കാനായിരിക്കും. അത് കാണാതെ ഞാൻ എങ്ങനെ വിമർശിക്കും? അപ്പൊ കണ്ടിരിക്കേണ്ടത് മാധ്യമ പ്രവർത്തകർ എന്നുള്ള ചുമതലയാണ്. പക്ഷെ മോഹൻലാൽ എന്നുള്ള ഒരു വ്യക്തി പിണറായി വിജയൻ അസുഖകരമായ ഏതെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് താങ്കൾ സ്വപ്നത്തിൽ കരുതുന്നുണ്ടോ? തുറന്നു പറയൂ. അപ്പൊ പിന്നെ എന്താണത്? ഇല്ല, നിങ്ങൾ നിരവധി അക്ഷയ് കുമാറിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ചെയ്തത് പിണറായി വിജയെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു പാട്ട് പാടിക്കാനാണ്. അവസാനം പാട്ട് പാടിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം കൊണ്ട് കടിച്ചാൽ പൊട്ടാത്ത ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലിക്കുകയാണ് ചെയ്തത്. അത്ഭുതകരമായിട്ടുള്ള കാര്യം. അത് പാട്ടുപാടാൻ പറഞ്ഞപ്പോൾ പിണറായി തന്റെ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത് എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത ശ്ലോകം പണ്ട് അദ്ദേഹത്തെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറഞ്ഞത് ഓർമ്മ വെച്ച് അവിടെ പറയുകയാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ദീസ് ആർ ഓൾ റിഹേഴ്സ്ഡ്. ഇതെല്ലാം മുൻപ് അത് പറയാനുള്ള ധൈര്യം വേണം. ഇതെല്ലാം ഒരു ഷോ ആണ്. എന്താ ഷോ? ഇത് വാർത്തയല്ല. ഇത് പ്ലീസ് എന്നെ പറയാൻ അനുവദിച്ചു. ചെറിയാൻ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തട്ടെ പ്ലീസ്. ഇത് ഒരു തിയേറ്റർ പോലെ അല്ലെങ്കിൽ ഒരു ഷോ ആണ്, ഒരു ടെലിവിഷൻ ഷോ അല്ലെന്ന് ടെലിവിഷൻ പറയില്ല, വേറെ ആരും പറയില്ല. ഷോ ആണ്, കൊച്ചു വർത്തമാനമാണ്, ഇത് അരാഷ്ട്രീയമാണ്. എന്നെ സംബന്ധിച്ച് ഇത്രയും എനിക്ക് പറയാം. എന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാനത് ഗൗരവത്തിൽ എടുക്കും. ഏറ്റവും ലക്ഷക്കണക്കിന് ലാലേട്ടൻ ഒരു BJP അനുഭാവിയാണെന്നുള്ളത് താങ്കളോട് ഞാൻ പറയണ്ടല്ലോ. അദ്ദേഹം സംഘപരിവാറിന്റെ സ്വന്തം സ്വത്ത് അമ്മയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റ് നടത്തുന്നത് വയനാടിലെ RSS ആണ്. ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. മോഹൻലാലിന് എന്തെങ്കിലും പരസ്യ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് RSS അനുകൂല രാഷ്ട്രീയം തന്നെയാണെന്ന് ഞാൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ള ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തെ പോലെ ആളുടെ വളരെ വളരെ ദുർബലമായ അഭിമുഖം, അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു വികാരവും പ്രകടമാവുന്നില്ല. പിണറായി, നമുക്കറിയാവുന്ന പിണറായി തന്നെ, അദ്ദേഹത്തിന്റെ ചിരി പോലും സ്വതസിദ്ധമായ ചിരി. പിണറായി സ്വതസിദ്ധമായി പ്രകടനം. അവിടെയാണ് നമ്മളുടെ ചർച്ചയിലേക്ക് വരുന്നത്. അതായത് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇടതുപക്ഷം CPM എന്ന പാർട്ടി പോലും ഈ ഒരു ബിൽഡപ്പ് അത്യാവശ്യമാണെന്ന് കരുതുന്നു. അതാണ് നമ്മൾ ഇതൊക്കെ കാണേണ്ടി വരുന്നത്. അല്ല, അത് ചെറിയാൻ അത് എന്താണെന്ന് വെച്ചാൽ അത് തങ്ങൾ ഒരു വ്യത്യസ്തമായ പാർട്ടിയാണെന്ന് സ്വയം CPM ചിന്തിക്കുന്നില്ല ഇപ്പോൾ. തങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നതിനെ കുറിച്ചുള്ള പാർട്ടിക്കുള്ള സങ്കല്പം മാറിയിരിക്കുന്നു. അതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് ചെറിയാൻ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് താങ്കൾ എന്നെ അടുത്ത് ഇടതുപക്ഷക്കാരനായി കരുതുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇലക്ഷൻ തോൽക്കലല്ല പ്രധാനം. ആ തോറ്റാലും തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതാണ് നമ്മൾ ബംഗാളിലും ത്രിപുരയിലും കാണുന്നത്. തോറ്റതല്ല പ്രശ്നം. ഏത് പാർട്ടിയും തോൽക്കും. പക്ഷെ ആ പാർട്ടിക്ക് ഒരു തവണ തോറ്റാൽ അടുത്ത തവണ തിരിച്ചു വരാൻ കഴിയുന്ന ബഹുജന ബന്ധവും മൂല്യങ്ങളും ഉണ്ടാവണം. അതാണ് നാം ബംഗാളിൽ കാണുന്നത്, അതാണ് ത്രിപുരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം തിരിച്ചു വരുന്നതാണ് പ്രധാനം, അല്ലാതെ ഒരിക്കൽ തോറ്റു പോകുന്നതല്ല. അല്ലാതെ അത് അവർ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വളരെ സുഹൃത്തായ ഒരു സുഹൃത്ത് കൽക്കട്ടയിലെ എൻ്റെ കൂടെ പഠിച്ച IMCയിൽ പഠിച്ച അദ്ദേഹത്തോട് ആദ്യമായി ബുദ്ധദേവന്റെ നേതൃത്വത്തിലുള്ള CPM
മന്ത്രിസഭ വഴിമാറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എത്ര നാളെടുക്കും CPM തിരിച്ചു വരാൻ? അദ്ദേഹം പറഞ്ഞത് മിനിമം 10 വർഷം എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ 15-ാം വർഷം 20-ാം വർഷത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു MLA പോലും ഇതില്ല. അതായത് അധികാരം നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു പാർട്ടിക്കും ഭൂഷണമല്ല എന്നുള്ള ഒരു പാഠം. അതെ, ഒരു തോൽവിയല്ല പ്രധാനം, തിരിച്ചു വരവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ. അതാണ് സോവിയറ്റ് യൂണിയനിൽ അട്ടിമറി നടന്നപ്പോൾ ഒരാളും ചെറുക്കാനുണ്ടായില്ലല്ലോ, അല്ലെ? അന്ന് പതിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയും തിരിച്ചെത്തുന്നില്ലല്ലോ. ഇതാണ് യഥാർത്ഥ പ്രശ്നം. അല്ല, അവിടെ അത് മനസ്സിലാക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.